നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് യാത്ര തിരിച്ചു. പ്രത്യേകം ഷെഡ്യൂൾ ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ 166 അംഗ സംഘം തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം 1 മണിക്കാണ് യാത്ര തിരിച്ചത്. 86 പുരുഷന്മാരും 80 വനിതകളുമാണ് ആദ്യ സംഘത്തിലുള്ളത്. ഹജ്ജ് മന്ത്രി വി അബ്ദുറഹ്മാൻ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, എംപിമാരായ ഡോക്ടർ എം.പി. അബ്ദുസ്സമദ് സമദാനി, ഇ.ടി. മുഹമ്മദ് ബഷീർ, എം.എൽ.എമാരായ ടി.വി. ഇബ്രാഹിം, അഹമ്മദ് ദേവർകോവിൽ, പി.ടി.എ. റഹീം, മുഹമ്മദ് മൂസിൻ, അബ്ദുൽ ഹമീദ് പി. ഉബൈദുള്ള, മറ്റു ജനപ്രതിനിധികൾ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങൾ, വിമാനത്താവള അധികൃതർ തുടങ്ങിയവർ തീർത്ഥാടകരെ യാത്രയാക്കാനെത്തിയിരുന്നു. ഹാജിമാരെയും ഹജ്ജുമ്മമാരെയും യാത്രയാക്കാൻ ബന്ധുക്കൾ ഉൾപ്പെടെ നിരവധി പേരും ഹജ്ജ് ക്യാമ്പിലെത്തി. രാവിലെ 10ഓടെ തന്നെ എത്തിത്തുടങ്ങിയ ആദ്യ തീർത്ഥാടക സംഘത്തിന് വിമാനത്താവള പരിസരത്ത് ഹജ്ജ് കമ്മിറ്റിയുടെയും വിമാനത്താവള അധികൃതരുടെയും നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. ടെർമിനലിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിൽ നിന്ന് കവർ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ബാഡ്ജ് നൽകി പ്രത്യേക വാഹനത്തിൽ തീർത്ഥാടകരെ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിൽ എത്തിച്ചു. നിർദ്ദേശങ്ങളും യാത്രാരേഖകളും ക്യാമ്പിൽ നിന്ന് നൽകി. ഭക്ഷണത്തിനും വിശ്രമത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം രാത്രി 8-ന് ആദ്യ സംഘത്തെ പ്രത്യേക വാഹനങ്ങളിൽ വിമാനത്താവളത്തിലെത്തിച്ചു. ക്യാമ്പിന് പുറത്ത് ബന്ധുക്കൾ വികാരനിർഭര യാത്രയപ്പാണ് ഓരോ തീർത്ഥാടകർക്കും നൽകിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ആദ്യ സംഘത്തെ യാത്രയാക്കി. വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുവാൻ കൂടുതൽ കൗണ്ടറുകൾ പ്രവർത്തിച്ചത് ആശ്വാസമായി. കരിപ്പൂരിൽ നിന്ന് 59 സർവീസുകൾ ചൊവ്വാഴ്ച രാവിലെ 8-നും ഉച്ചയ്ക്ക് ശേഷം 3-നുമുള്ള വിമാനങ്ങളിൽ പുറപ്പെടേണ്ട തീർത്ഥാടകർ തിങ്കളാഴ്ച തന്നെ ഹജ്ജ് ക്യാമ്പിലെത്തി. രണ്ടാമത്തെ വിമാനത്താവളത്തിൽ 90 പുരുഷന്മാരും 76 വനിതകളും, മൂന്നാമത്തെ വിമാനത്തിൽ 86 പുരുഷന്മാരും 82 വനിതകളുമാണ് യാത്ര തിരിക്കുന്നത്. ക്യാമ്പിലുള്ള ഇവരെ യാത്രയുടെ 4 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിലെത്തിക്കും. ബുധനാഴ്ച കരിപ്പൂരിൽ നിന്ന് 3 വിമാനങ്ങൾ ഹജ്ജ് സർവീസ് നടത്തും. 166 പേർ വീതമുള്ള 498 പേരാണ് യാത്രയാകുക. ജൂൺ 7 വരെ ദിവസവും 3 വിമാനങ്ങളും, 8-ന് 4 വിമാനങ്ങളും, 9-ന് 1 വിമാനം ഉൾപ്പെടെ 59 സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കരിപ്പൂരിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മെയ് 26-ന് കൊച്ചിയിൽ നിന്നും ജൂൺ 1-ന് കണ്ണൂരിൽ നിന്നും ഹജ്ജ് സർവീസുകൾ ആരംഭിക്കും. സൗദി അറേബ്യൻ എയർലൈൻസ് ആണ് ഈ 2 കേന്ദ്രങ്ങളിൽ നിന്ന് സർവീസ് നടത്തുക. കൊച്ചിയിൽ നിന്ന് ജൂൺ 9 വരെ 17 സർവീസുകളും കണ്ണൂരിൽ നിന്ന് 9 വിമാനങ്ങളുമാണ് ഉള്ളത്. ജൂലൈ 1 മുതൽ 22 വരെ മദീന വഴിയാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഹാജിമാരുടെ മടക്കയാത്ര. ന്യൂസ് ഡെസ്ക്, കരിപ്പൂർ.